മൈ ഗായ്സ്, ഇന്ന് ഞങ്ങൾ പെരുമ്പാവൂർ പോയ ഒരു കുട്ടി വിശേഷങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 8 മണി 8:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം യാത്ര ചെയ്തു. സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത് പറഞ്ഞപ്പോൾ എബി പറഞ്ഞു എബിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു കടയിൽ ചായ എടുക്കാൻ വേണ്ടി കയറി. ഞങ്ങൾ അവിടുന്ന് കുറേ സ്നാക്ക് ഐറ്റംസ് വാങ്ങി കേട്ടോ. ഞങ്ങൾ കട്ട്ലേറ്റ്, സമൂസ, പഴംപൊരി, പപ്സ് അങ്ങനത്തെ കുറേ സ്നാക്ക് ഐറ്റംസ് ഞങ്ങൾ തിന്നു. പിന്നെ ഞങ്ങൾ ടീ, കോഫി, ബൂസ്റ്റ് അങ്ങനത്തെ എന്താ പറയുക സംഭവങ്ങളും തിന്നു. കുടിച്ചു. പിന്നെ എനിക്ക് അവിടുന്ന് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട അവരുടെ സാൻഡ്വിച്ച് ആട്ടോ. നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെരുമ്പാവൂർക്ക് പോകുന്ന മെയിൻ കാര്യം എന്താ വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഉമ്മമാക്കും ഉമ്മമാരുടെ അനിയന് ഷുഗറൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പം അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ ഹീലിംഗ് സെൻറ്ററിൽ കൊണ്ടാക്കാൻ പോവുകയാണ് പെരുമ്പാവൂരിൽ. അങ്ങനെ ഒരു ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഞാനും എബിയും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബാക്കി എല്ലാവരും മീൽസാണ് ഓർഡർ ചെയ്തത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ കാക്കു എബിക്കൊരു മെൻഡോസ് വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഓനത് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇര വിഴുങ്ങിയ പാമ്പിനെ പോലെ ഞാൻ കാറിൽ കിടപ്പായിട്ടോ. പിന്നെ എമ്മയും കാക്കും ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി കടയിൽ കയറി. അപ്പോൾ എബി ഞങ്ങൾക്ക് മെൻഡോസ് ഷെയർ ചെയ്ത് തരുമായിരുന്നു. ഓൻ എന്ത് കിട്ടിയാലും അവൻ എല്ലാവർക്കും ഷെയർ ചെയ്യണം. നല്ലൊരു കുട്ടിയാണ്. ഞങ്ങൾക്ക് പിങ്ക് വേണോ ഓറഞ്ച് വേണോ എന്നത് എല്ലാവരും ഞങ്ങൾക്ക് തരാം. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, കേൾക്കാൻ വേണ്ടി പള്ളിയിൽ കയറി. ഞങ്ങൾ അവിടെ ഒരു ഫ്ലൈറ്റ് പോകുന്നത് കണ്ടിട്ട് കുറേ നേരം ഇങ്ങോട്ട് നോക്കുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഉള്ളു കൊടുത്തുകൊണ്ട് നിസ്കരിക്കാൻ കയറി കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹീലിംഗ് സെൻ്ററിലേക്ക് പോയി. ഞങ്ങൾ ഉമ്മമാനെയും കാക്കുവിനെയും പിന്നെ അമ്മായിനെയും അവിടെ ആക്കിയങ്ങാണ്ട് ഞങ്ങൾ നേരെ പോന്നു. പോരുന്ന വഴിക്ക് അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോലീസും പിന്നെ ആംബുലൻസും ഫയർഫോഴ്സും ഒക്കെ ഉണ്ടായിരുന്നേ. ആക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. റംബൂട്ടാൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ നിറച്ച് റംബൂട്ടാൻ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് റംബൂട്ടാൻ വാങ്ങിച്ചു. പിന്നീട് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നേ.
വീണ്ടും പോണ വഴിയിൽ ഞങ്ങൾ കുറച്ച് റംബൂട്ടാൻ കണ്ടു. അപ്പം ഞങ്ങൾ വീണ്ടും കുറച്ച് റംബൂട്ടാൻ വാങ്ങിച്ചു. ഇത് നമ്മൾ ആദ്യം വാങ്ങിച്ച റംബൂട്ടാനേക്കാൾ നല്ല വലുപ്പവും ഫ്രഷും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിച്ച് തീരാറായപ്പോൾ ഞങ്ങൾ മഞ്ഞ റംബൂട്ടാൻ കണ്ടു. അപ്പം ഞങ്ങൾ അതും കുറച്ച് വാങ്ങിച്ചു. അങ്ങനെ മഞ്ഞ റംബൂട്ടാൻ കഴിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. പിന്നെ അങ്ങോട്ട് മൊത്തം കോടയായിരുന്നേ. റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ റോഡ് അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല കോട ഉണ്ടായിരുന്നേ. ഇവിടെ എത്തിയപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസായി. ഇത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സന്തോഷം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. കോട കാരണം മൂക്കടഞ്ഞതുകൊണ്ട് അത്രയ്ക്ക് ക്ലിയർ അല്ലായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ നല്ല ചീവിടിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ ഇങ്ങോട്ടുള്ള യാത്ര ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോകുന്നത് സൺഡേ ആയിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഹോളിഡേ ആയിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ ബിൽഡിംഗ് വർക്ക് നടക്കുകയാണ്. അപ്പം അതിൻ്റെ പണിയായിട്ട് ഞങ്ങൾക്ക് ഹോളിഡേ ഓരോ ക്ലാസ്സിനും ഓരോ ദിവസം ഹോളിഡേ തരാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഹോളിഡേ ആയിരുന്നു. പിന്നെ ഞാൻ മാത്രമല്ല, എബിക്കും ഉമ്മച്ചിക്കും ഒന്നും ഇത് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനാണെങ്കിൽ റിസപ്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ നല്ല ചീവിടിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ കയ്യിൽ മൈക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറയുന്നതൊന്നും ക്ലിയർ അല്ലായിരുന്നു. പിന്നെ ഇവരുടെ റിസപ്ഷൻ ആണെങ്കിൽ വെൽ അറേഞ്ച്ഡ് ആയിരുന്നു. ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ താഴത്തെ പാർക്കും ബിൽഡിങ്സും ഒക്കെ കാണുന്നുണ്ടായിരുന്നു.
നേരമായിട്ട് നമ്മൾ എബി നീച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആൾ നല്ല ഉറക്കമായിരുന്നു. ഇവിടെ എത്തിയതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വിളിച്ചപ്പോൾ നീച്ച് ചുറ്റുഭാഗങ്ങളും സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അവൻ്റെ കിളി പോയ എബി എന്ത് ചെയ്തു, ഡോറും തുറന്നുങ്ങാണ്ട് ചെരുപ്പ് ഇടാതെ മുറ്റത്തേക്ക് ഒരൊറ്റ ഇറങ്ങിയല്ലേ. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, റിസപ്ഷൻ്റെ ഉള്ളിക്കട് കയറിപ്പോയി. അപ്പോഴാണ് ആ ചേട്ടന് വെൽക്കം ഡ്രിങ്കുമായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ വന്നതാണ്. പിന്നെ ഞങ്ങളിത് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളവിടെ ഇറക്കി തന്നെ ഇപ്പം നേരെ താഴെ പാർക്കിംഗ് സ്ഥലത്തോട്ട് പോയി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ റൂമിൻ്റെ ക്ലിപ്സൊന്നും വീഡിയോസൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾ വീഡിയോസ് എടുക്കാൻ മറന്നിരുന്നു റൂമിൻ്റെ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അയാളൊപ്പം താഴോട്ട് പോയിട്ടോ. അങ്ങനെ ലഗേജസൊക്കെ ഞങ്ങൾ റൂമിൽ വെച്ച് നേരെ അടിയിലേക്ക് പാർക്ക് പോകട്ടോ. ഞങ്ങളവിടെ കുറേ നേരം കളിച്ച് സ്പെൻഡ് ചെയ്ത് ഒരു 8 മണിയായപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങളെ ഫുഡ് വന്നു. ഞങ്ങൾ ചിക്കൻ നൂഡിൽസും ഫ്രൈഡ് റൈസും പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ സൂപ്പും ഉണ്ടായിരുന്നു, ചിക്കൻ സൂപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് TV കണ്ടിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഈ ഫയർ ക്യാമ്പും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് പോയിട്ടോ. പിന്നെ അവിടെ ഞങ്ങൾ പോയ ടൈമിൽ ആ പാർക്കിൻ്റെ ആ ഭാഗത്ത് തന്നെ ആയിരുന്നു. പക്ഷെ അവിടെ വേറൊരു ഫാമിലി ഓൾറെഡി അവിടെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഓലി ഡാൻസ് കളിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയിരുന്നു. ഞങ്ങൾ ഡാൻസ് കളിച്ചില്ല, ഞങ്ങൾക്ക് മടിയായിരുന്നു ഓലപ്പം കളിക്കാൻ കേട്ടോ.
പിന്നെ ആ ഫാമിലി പോയ ശേഷം ഞങ്ങൾ കളിക്കാൻ തുടങ്ങി. എബിയാണ് കേട്ടോ കളിച്ചത്, ഞാൻ കളിച്ചില്ല, കാരണം നമുക്ക് വീഡിയോ എടുക്കണ്ടായിരുന്നു. പിന്നെ ആ പാട്ടും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, അത്ര തന്നെ. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് പാർട്ട് 2-ൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സോ സീ യു ഇൻ നെക്സ്റ്റ് പാർട്ട്. ബൈ.